അപ്പൊ 2025 വിട പറയാറായി. എല്ലാം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ബെസ്റ്റ് ഓഫ് 2025 സീരീസിലെ ഒരു വീഡിയോ ആണെന്ന്. അതിൽ ആദ്യം തന്നെ ഈ വർഷം ഇറങ്ങിയ മലയാളം സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 10 പടങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. 10+5 സ്പെഷ്യൽ മെൻഷനുകൾ കൂടി ഉണ്ട് കേട്ടോ. ഈ ടോപ്പ് 10, ടോപ്പ് 9, ടോപ്പ് 8 അങ്ങനെ ഓർഡറിൽ റേറ്റിംഗ് അനുസരിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ സിനിമ കണ്ട ഡേറ്റിന്റെ ഓർഡറിലാണ് ഓരോ സിനിമയും പറയുന്നത്. സോ ബെസ്റ്റ് മലയാളം മൂവീസ് ഓഫ് 2025. ഒന്നാമത്തേത് രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി, അനശ്വര രാജൻ, സെറിൻ ഷിഹാബ് തുടങ്ങിയവർ അഭിനയിച്ച പടമാണ്. 2025 ജനുവരി 9 ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഇതിന്റെ ആ ഒരു സ്ക്രിപ്റ്റ് ഐഡിയ മികച്ചതായിരുന്നു. ഒരു പഴയ സിനിമയുടെ സെറ്റിൽ വെച്ച് നടക്കുന്ന ഒരു ക്രൈം, അതിന്റെ അന്വേഷണം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നു. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. കാതോട് കാതോരം സെറ്റ് റീക്രിയേറ്റ് ചെയ്തത് അനശ്വരയുടെയും ആസിഫ് അലിയുടെയും പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ വർഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടം കൂടിയാണ് രേഖാചിത്രം. അടുത്തത് പൊന്മാൻ. ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത ബേസിൽ ജോസഫ്, ലിജോ മോൾ ജോസ്, സജിൻ ഗോപു തുടങ്ങിയവർ അഭിനയിച്ച പടം. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ തിരക്കഥയാണ് ഈ പടത്തിനുള്ളത്. ജനുവരി 30 കോട്ടയം അനുപമ തിയേറ്ററിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ കണ്ട ഒരു പടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു മനോഹരമായിട്ടുള്ള റൂട്ടഡ് ആയ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഡ്രാമയായിട്ട് തോന്നി, വിത്ത് സം എലമെന്റ്സ് ഓഫ് ത്രില്ലർ. ഈ വർഷം സ്റ്റേറ്റ് അവാർഡിൽ ബേസിൽ ജോസഫിന്റെ ഇതിലെ പെർഫോമൻസ് പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കണ്ടറിയാം. ബേസിലിനെ മാത്രമല്ല, അഭിനയിച്ച ബാക്കി എല്ലാവരുടെയും മികച്ച പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. ഇതിന്റെ മ്യൂസിക്, പ്രത്യേകിച്ച് ചിത്രചേച്ചി പാടിയ നെഞ്ചിൽ പണ്ടേ നോവ എന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, വിശാഖ് നായർ തുടങ്ങിയവർ അഭിനയിച്ച പടമാണ്. ഈ വർഷം ഇറങ്ങിയ ക്രൈം ത്രില്ലേഴ്സിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. ഞാനത് ഫെബ്രുവരി 20 പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിലാണ് കണ്ടത്. ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള ത്രില്ലറാണ്. വില്ലന്മാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഇതിലെ. ഈ പടം ഞാൻ 2 തവണ തിയേറ്ററിൽ കണ്ട ഒരു സിനിമയാണ്. ഇതിന്റെ മ്യൂസിക്കും പ്രത്യേകിച്ച് ജേക്സ് ബിജോയുടെ നിയോൺ റൈഡ് എന്നുള്ള ഒരു പാട്ട്, അതിന്റെ ബീറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ്, ഫെമിനിച്ചി ഫാത്തിമ. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത് ഷംല ഹംസ, കുമാർ സുനിൽ തുടങ്ങിയവർ അഭിനയിച്ച പടം. കഴിഞ്ഞ വർഷത്തെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ഷംലയ്ക്ക് ലഭിച്ച ഒരു സിനിമയാണ്. പക്ഷെ തിയേറ്ററിൽ റിലീസ് ആകുന്നത് ഈ വർഷമാണെന്ന് മാത്രം. ഞാനിത് തിയേറ്റർ റിലീസിന് മുമ്പ് തന്നെ കഴിഞ്ഞ മാർച്ചിൽ കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നപ്പോൾ കോട്ടയം അനശ്വര തിയേറ്ററിൽ കണ്ടതാണ്. വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ സ്ത്രീ സമത്വവും ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നതെങ്കിലും വളരെ രസകരമായിട്ട്, ഓവറായിട്ട് കുത്താതെ ലളിതമായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. അടുത്തത് തുടരും. തരുൺ മൂർത്തി ഡയറക്ട് ചെയ്ത് മോഹൻലാൽ നായകനായ പടം. ഈ വർഷത്തെ വലിയ വിജയങ്ങളിലൊന്ന്. ഏപ്രിൽ 25 ഞാൻ പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിലാണ് ഈ സിനിമയും കണ്ടത്. ഓവർ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ ഈ പടം കണ്ടപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കിടുവായിരുന്നു. മോഹൻലാലിന്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയാണ്. ഈ വർഷത്തെ നല്ല ത്രില്ലറുകളിൽ ഒന്നുകൂടിയാണ്. ഈ പടവും ഞാൻ 2ാമത് കണ്ടു. മെയ് 3 കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ വിത്ത് ഫാമിലി രാത്രി 12 മണിക്കുള്ള ഷോയ്ക്ക് ഹൗസ്ഫുൾ ആയിട്ട്. അടുത്തത് സർക്കീട്ട്. തമർ സംവിധാനം ചെയ്ത് ആസിഫ് അലിയും മാസ്റ്റർ ഓർഹാനും പ്രധാന വേഷത്തിൽ വന്ന പടമാണ്. പരസ്പര ബന്ധമൊന്നുമില്ലാത്ത 2 വ്യക്തികൾ അവർ നടത്തുന്ന ഒരു ഇമോഷണൽ യാത്ര എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. ആസിഫിന്റെയും പയ്യന്റെയും മികച്ച പ്രകടനം, അതുപോലെ തന്നെ നല്ല കഥയാണ്, നല്ല ഇമോഷണൽ കണക്ട് ഉണ്ടാക്കുന്നുണ്ട് സിനിമ, നല്ല മ്യൂസിക് ഉണ്ട് ഇതില്. ഞാൻ ഈ സിനിമ കണ്ടത് മെയ് 8 പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിലാണ്. അടുത്തത് റോന്ത്. ഷാഹി കബീർ രജനി സംവിധാനം നിർവഹിച്ച ദിലീഷ് പോത്തൻ, റോഷൻ മാത്യൂസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന ക്രൈം ഡ്രാമയാണ്. ഞാനിത് ജൂൺ 13 ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലാണ് കണ്ടത്. ശരിക്കും 2 പോലീസുകാരുടെ കൂടെ അവരുടെ ജീപ്പിൽ ഇരുന്ന് നമ്മളും ആ ചെറിയ ടൗണിലൂടെ റോന്ത് ചുറ്റുന്ന ഒരു അവസ്ഥ, അതാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവതരണമായിരുന്നു സിനിമയുടേത്. അതുപോലെ നല്ല പെർഫോമൻസുകൾ ഈ പടത്തിലുണ്ട്. അടുത്തത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഹൊറർ അഡ്വഞ്ചർ ഫാന്റസി പടം. ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ്. ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു വരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ സിനിമ എന്നൊക്കെ പറയാം. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസും ആയിരുന്നു ഈ സിനിമ. ഞാനിത് ഓഗസ്റ്റ് 28 ഓണത്തിന്റെ ടൈമിൽ കോട്ടയം ആനന്ദ് തിയേറ്ററിലാണ് കണ്ടത്. കല്യാണിയുടെ കരിയർ ബെസ്റ്റ് അല്ലെങ്കിൽ കരിയോഗ്രാഫ് അത്രയും ഉയർത്തിയ ഒരു പടമാണെന്ന് പറയാം. നമുക്കും അഭിമാനിക്കാനായിട്ട് ഒരു സൂപ്പർ ഹീറോ മൂവി ഉണ്ടെന്നും, അതും ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ട് 300 കോടി അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബെഞ്ച് മാർക്ക് തന്നെയായിരുന്നു. ഈ വർഷം തീർച്ചയായിട്ടും ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു പടമാണ്. ഞാനിത് പിന്നെ സെപ്റ്റംബർ 1 കോട്ടയം ആനന്ദ് തിയേറ്ററിൽ തന്നെ 2ാമതും, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പുതിയ തിയേറ്റർ ഓപ്പൺ ആയപ്പോൾ കറുകച്ചാൽ അഞ്ചാനി സിനിമാസിൽ ഒക്ടോബർ 10 3ാമതും കണ്ടു. നിങ്ങൾ വിചാരിക്കും വട്ടാണെന്ന്, പക്ഷേ 3 തവണ കണ്ടിട്ടും എനിക്ക് അങ്ങനെ മടുപ്പൊന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, എക്കോ. ഈ വർഷം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മലയാള സിനിമകളിൽ ഒന്നാണ്. ബാഹുൽ രമേശ് എഴുതി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് സന്ദീപ് പ്രദീപ്, ബിയാന മോമിൻ, നരേൻ വിനീത് തുടങ്ങിയവർ അഭിനയിച്ച
ക്രൈം ഡ്രാമയാണ്. മികച്ച മേക്കിംഗ്, മികച്ച തിരക്കഥ, ഗംഭീര പ്രകടനങ്ങൾ, നല്ല മ്യൂസിക്, കിളി പറത്തുന്നതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഈ സിനിമയുടെ പോസിറ്റീവ്സ് ആയിരുന്നു. സോ ഒരു പെർഫെക്റ്റ് പാക്കേജ് ആയിരുന്നു ഈ സിനിമ. ഞാനിത് ആദ്യം കണ്ടത് നവംബർ 21 കറുകച്ചാൽ അഞ്ചാനി സിനിമാസിലാണ്. അത് കഴിഞ്ഞ് ഫാമിലിയോടൊപ്പം 24-ാം തീയതി ഒന്നുകൂടെ അതേ തിയേറ്ററിൽ വെച്ച് തന്നെ വീണ്ടും കണ്ടു. ഇനി ഈ ലിസ്റ്റിലെ 10ാമത്തെ പടം കളങ്കാവൽ. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന ക്രൈം ത്രില്ലറാണ്. തിരക്കഥയിലും മേക്കിങ്ങിലും ഒക്കെ കുറച്ച് പോരായ്മകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസും വ്യത്യസ്തമായ റോളുമാണ് ഈ സിനിമയെ എന്റെ ഫേവറേറ്റ് ആക്കിയത്. ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാൻ മടിക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നതെന്ന് പറയാം. സോ ഈ വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നുകൂടിയായിട്ട് ഈ ക്യാരക്ടർ എടുത്ത് പറയേണ്ടതുണ്ട്. ഇതും അടുത്ത വർഷം അവാർഡിന് പരിഗണിച്ചേക്കാം. സോ ഞാൻ ഈ പടം ഡിസംബർ 5-ാം തീയതി കറുകച്ചാൽ അഞ്ചാനി സിനിമാസിലാണ് കണ്ടത്. സോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ വർഷത്തെ 10 മികച്ച മലയാളം സിനിമകൾ ഞാൻ പറഞ്ഞു. ഇത് കൂടാതെ ഒരു 5 സ്പെഷ്യൽ മെൻഷൻ ഫിലിംസ് കൂടി പറയാനുണ്ട്. അതിലൊന്ന് ഔസേപ്പിന്റെ ഒസ്യത്ത്, ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു മികച്ച ക്രൈം ഡ്രാമയായിരുന്നത്. അഭിനയിച്ചവരുടെയൊക്കെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടമാണ്. ഞാനിത് മാർച്ച് 8 കോട്ടയം ആശാ തിയേറ്ററിലാണ് കണ്ടത്. നെക്സ്റ്റ് തലവര, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നല്ലൊരു ഇമോഷണൽ ഡ്രാമയായിരുന്നു. ഇതിലും നല്ല പെർഫോമൻസുകളും നല്ല മ്യൂസിക്കും ഒക്കെ ഉണ്ട്. ഞാനിത് ഓഗസ്റ്റ് 22-ാം തീയതി കോട്ടയം അനശ്വര തിയേറ്ററിലാണ് കണ്ടത്. അടുത്തത് DS ഇറേ. ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മറ്റൊരു ഹൊറർ പടം. പ്രണവ്, ജയാക്കുറുപ്പ്, അരുൺ അജികുമാർ, ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരുടെ നല്ല പ്രകടനമുണ്ട്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. ഞാൻ കണ്ടത് ഒക്ടോബർ 30-ാം തീയതി ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലാണ്. ഇനി അടുത്തത് ഇത്തിരി നേരം. ഒരു നല്ല കൊച്ചു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയായിരുന്നു ഇത്. റോഷന്റെയും സെറിന്റെയും നല്ല പെർഫോമൻസ്, കുറച്ച് ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രണയകഥ, നല്ല മ്യൂസിക് ഒക്കെ ഈ സിനിമയിലുണ്ട്. ഇതില് നീയൊരിക്കൽ എന്റെ മുറിയിൽ എന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ നവംബർ 7-ാം തീയതി ചങ്ങനാശ്ശേരി അനു തിയേറ്ററിലാണ് കണ്ടത്. ഇനി ലാസ്റ്റ് സർവം മായ. ബേസിക് പ്രമേയം കൊണ്ട് പഴയ ഒരു മോഹൻലാൽ പടത്തിന്റെ ഒക്കെ ഓർമ്മ വരുമെങ്കിലും ക്ലൈമാക്സ് കുറച്ചൊക്കെ ക്ലീഷേ ഒക്കെ ആണെങ്കിലും നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു സർവം മായ. നിവിന്റെയും റിയ ഷിബുവിന്റെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു പടമാണ്. ഞാനിത് ഡിസംബർ 25-ാം തീയതി കറുകച്ചാൽ അഞ്ചാനി സിനിമാസിലാണ് കണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ വർഷം ഞാൻ കണ്ടതിൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള 15 മലയാള സിനിമകൾ. എല്ലാ ജോണറിലും പെട്ട പടങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ത്രില്ലർ ഫിലിംസ് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതെന്റെ പേഴ്സണൽ ലിസ്റ്റ് മാത്രമാണ്. നിങ്ങളുടെ ലിസ്റ്റ് ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കും, അതെനിക്ക് അറിയാം. സോ ഏതൊക്കെ പടങ്ങളാണ് നിങ്ങളുടെ ലിസ്റ്റിലുള്ളതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വരുന്ന ജനുവരിയിൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് 7 വർഷം പൂർത്തിയാവുകയാണ്. കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അതുപോലെ ഞാൻ ചെയ്യുന്ന എന്റെ മറ്റു വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാറില്ല. ഒരു 100K എങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ആക്കണം എന്നൊരു മോഹം മാത്രമേ എനിക്കുള്ളൂ. അടുത്ത കൊല്ലെങ്കിലും അത് നടക്കുമെന്തോ. അപ്പൊ ശരി, എന്നാ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.